ഡോക്ടർ എം കെ ഹരികുമാർ മലയാള സാഹിത്യവേദിയിലെ സമാനതകളില്ലാത്ത എഴുത്തുകാരൻ. മലയാളക്കര കണ്ട ഇക്കാലത്തെ ഏറ്റവും മികച്ച സാഹിത്യ വിമർശകനും ഏറ്റവും മികച്ച കോളമിസ്റ്റുമായ എം കെ ഹരികുമാർ പത്രപ്രവർത്തകൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, മികച്ച വാഗ്മി തുടങ്ങിയ നിരവധി മേഖലയിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്തി. മലയാളത്തിലെ അതിപ്രശസ്തമായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയുടെ സ്വന്തം നിരൂപണത്തെ ആത്മായനങ്ങളുടെ ഖസാക്ക് എന്ന പേരിൽ പുസ്തകമാക്കി. പിന്നീട് ഇതേ പേരിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പുരസ്കാരവും ഇതര സാഹിത്യകൃതികൾക്ക് നൽകി തുടങ്ങി. 1998 ആരംഭിച്ച അക്ഷരജാലകം പങ്ക്തി തുടർച്ചയായി 29 വർഷം പിന്നിടുന്നു. മംഗളം, കേരള കൗമുദി എന്നിവിടങ്ങളിൽ പത്രാധിപ സമിതി അംഗമായിരുന്ന ശ്രീ ഹരികുമാർ സഹോദരൻ മാസികയുടെ പത്രാധിപ സമിതി അംഗമാണ്. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച ഉന്നതതല സമിതി അംഗങ്ങളാണ്. മലയാള സമീക്ഷ.com എന്ന മാസികയുടെ എഡിറ്ററായിരുന്നു. ഇപ്പോൾ മൈ ഇംപ്രസിയോ.com എന്ന ഓൺലൈൻ മാസികയുടെ എഡിറ്ററാണ്. മലയാളത്തിൽ ആദ്യമായി നവാദ്വൈതം എന്ന സ്വന്തം തത്വശാസ്ത്രവും ആദ്യമായി മാനിഫെസ്റ്റോയും എഴുതി. ഉത്തരാധുനികതയെ മലയാളത്തിന് പരിചയപ്പെടുത്തിയത് ഡോക്ടർ എം കെ ഹരികുമാർ ആയിരുന്നു. ആത്മായനങ്ങളുടെ ഖസാക്ക്, മനുഷ്യാമ്പരാന്തങ്ങൾ, അഹംബോധത്തിൻ്റെ സർഗാത്മകത, കഥ ആധുനികയ്ക്ക് ശേഷം, വീണപൂവ്, കാവ്യങ്ങൾക്ക് മുമ്പേ, പുതിയ കവിതയുടെ ദർശനം, ചിന്തകൾക്കിടയിലെ ശലഭം, പ്രണയാഗ്നിയുമായി കാഫ്ക, ബഷീറിൻ്റെ പ്രയോജനം, ഓർമ്മയുടെ ശാകുന്തളം, ആത്മായനങ്ങളുടെ ജനിതകം, ഒ വി വിജയൻ സമസ്യകൾ, കരുണ, കാരുണ്യത്തിൻ്റെ അദൃശ്യത, അനുധാവനം, അക്ഷരജാലകം, എൻ്റെ മാനിഫെസ്റ്റോ, എൻ്റെ ജ്ഞാനമുകുളങ്ങൾ, ഉത്തരാധുനികത, സാഹിത്യത്തിൻ്റെ നവാദ്വൈതം, ജലഛായ, ശ്രീനാരായണായ, വാൻഗോഗിന്, സാഹിത്യത്തിൻ്റെ മതം, ദൈവദശകത്തിലെ ദൈവം തുടങ്ങി 40ഓളം കൃതികൾ എം കെ ഹരികുമാറിൻ്റേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അക്ഷരജാലകം MG യൂണിവേഴ്സിറ്റി BA ഓണേഴ്സ് സിലബസിൽ പങ്ക്തി പഠന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റും മണിപ്പൂർ ഏഷ്യൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയും ചേർന്ന് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. നവാദ്വൈതം, വിജയൻ്റെ നോവലുകളുടെ എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ വിലാസിനി പുരസ്കാരം ലഭിച്ചു. അബുദാബി ശക്തി അവാർഡ്, അങ്കണം അവാർഡ്, ദുബായ് എക്സലൻ്റ് അവാർഡ്, ലണ്ടൻ ഭൂലോക അവാർഡ്, മുംബൈ രാഗസുധ അവാർഡ്, പൂനെ പ്രവാസി ശബ്ദം അവാർഡ്, കേരള സാഹിത്യ അക്കാദമി സ്കോളർഷിപ്പ്, ഒരുമ അവാർഡ്, ഡോക്ടർ ലീലാവതി ഏർപ്പെടുത്തിയ CP മേനോൻ അവാർഡ്, മലയാളത്തിലെ ഏറ്റവും മികച്ച കോളമിസ്റ്റിനുള്ള എക്സ്പ്രസ് ഹെറാൾഡ് അവാർഡ്, സ്വാതി അവാർഡ്, സമകാലിക കേരളം അവാർഡ്, ബാലചന്ദ്രൻ വടക്കേടത്ത് അവാർഡ്, തൃശ്ശൂർ സഹൃദയവേദി അവാർഡ്, ശിവഗിരി മഠത്തിൻ്റെ അവാർഡ്, ഗുരുവീക്ഷണം അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ശ്രീ ഡോക്ടർ എം കെ ഹരികുമാറിന് ലഭിക്കുകയുണ്ടായി. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ശ്രീ എം കെ കൃഷ്ണൻ്റെയും ശ്രീമതി സരോജിനി കൃഷ്ണൻ്റെയും മകനായി ജനിച്ച ശ്രീ എം കെ ഹരികുമാർ ഇതിനോടകം തന്നെ 1000-ൽ പരം ലേഖനങ്ങൾ എഴുതി കഴിഞ്ഞു. മുഖം നോക്കാതെ, വ്യക്തിബന്ധങ്ങൾ നോക്കാതെ സാഹിത്യ വിമർശനം നടത്തുന്ന ശ്രീ എം കെ ഹരികുമാർ തൻ്റെ ആദ്യ കൃതിയായ ആത്മായനങ്ങളുടെ ഖസാക്ക് എന്ന പുസ്തകം തനിക്ക് മിത്രങ്ങളെ മാത്രമല്ല ഏറെ ശത്രുക്കളെയും ഉണ്ടാക്കി തന്നു എന്ന് അവകാശപ്പെടുന്നു. തിരക്ക് പിടിച്ച അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ ജീവിതത്തിനിടയിൽ അല്പസമയം തൻ്റെ എഴുത്തുവഴികളിൽ അദ്ദേഹം അനുഭവിച്ച യാതനകൾ, സാഹിത്യ വിമർശനത്തിൻ്റെ പേരിൽ ശക്തമായെടുത്ത അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ ഉണ്ടാകേണ്ടി വന്ന ശത്രുതകൾ ഒക്കെ അദ്ദേഹം എൻ്റെ എഴുത്തുവഴികൾ എന്ന പങ്ക്തിയിൽ സാഹിതിയോട് പങ്കുവയ്ക്കുന്നു. സാഹിത്യലോകത്ത് 50 വർഷക്കാലം പിന്നിടുന്ന ശ്രീ ഡോക്ടർ എം കെ ഹരികുമാറിന് സാഹിതിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.